എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനാണെങ്കിൽ വീഡിയോ ചെയ്തിട്ട് ഒത്തിരി ദിവസമായി. അപ്പോഴാണെങ്കിൽ കുറച്ച് പേര് എനിക്ക് കമൻ്റ് ഇട്ടായിരുന്നു. നേരത്തെ ഞാൻ വീഡിയോ ചെയ്യുന്ന അതിലൂടെ കമൻ്റ് ഇട്ട് പറഞ്ഞായിരുന്നു എന്തിനാണ് വീഡിയോ ചെയ്യാത്തത് എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കമൻ്റ് ഇല്ലാണെങ്കിൽ ഒരാളാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് കാലിൽ കൊലുസ് കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ കമൻറ്റിലൂടെ തന്നെ പറഞ്ഞ് കൊലുസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോഴാണെങ്കിൽ കൊലുസ് ഒന്ന് വാങ്ങിച്ച് തരണോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പം ചോദിച്ചതിന് വലിയ സന്തോഷം. ആണെങ്കിൽ എനിക്ക് എന്തൊക്കെയാണ് കുറവുകൾ ഇല്ലാത്തത്, എന്തൊക്കെയാണ് കുറവുകൾ ഉള്ളതെന്നൊക്കെ നോക്കി അന്വേഷിച്ച് ആണെങ്കിൽ നല്ലപോലെ നോക്കിയിട്ടാണ് മെസ്സേജ് എനിക്ക് കിട്ടിയെന്ന് മനസ്സിലായി, കമൻറ്റ് ബോക്സിൽ പറഞ്ഞെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് ചോദിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഒത്തിരി ദിവസമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു പാട്ട് പാടാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാണെങ്കിൽ പാട്ട് പാടാൻ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം പള്ളിപ്പെരുന്നാളൊക്കെ തുടങ്ങി. അപ്പോൾ പള്ളിപ്പെരുന്നാൾ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് ദിവസമായി. അപ്പോൾ എനിക്ക് ടൈമില്ല. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഞാൻ ചെയ്യാത്തത്. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ ചെയ്യണില്ല. അപ്പോഴാണെങ്കിൽ ഇന്നായപ്പോൾ ഞാൻ വിചാരിച്ച് കമൻറ്റിലാണെങ്കിൽ ഞാൻ പിന്നീട് അധികമായിട്ട് മറുപടിയൊന്നും കൊടുത്തില്ലായിരുന്നു. അപ്പം അവർ വിചാരിക്കും എന്താണ് മറുപടി തരാത്തത്, എന്താണ് പറ്റിയെന്നൊക്കെ അവർ കമൻറ്റിൽ അടുത്ത് കമൻറ്റ് ഇട്ടാലോ. അതുകൊണ്ടാണ് ഇന്നാണെങ്കിൽ കമൻറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. അപ്പം പള്ളിപ്പെരുന്നാളൊക്കെ തീരാറായി വരണ്. തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോഴാണെങ്കിൽ പള്ളിയിലൊക്കെ പോകുന്നതുകൊണ്ട് ടൈമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് പാടണമെന്ന് വിചാരിച്ച പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പാടാൻ വേണ്ടി വരികയാണ്. ഇപ്പോൾ കുറച്ച് ടൈമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പാടാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും പാടട്ടെ. പാടിയിട്ട് നിങ്ങളാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. ഞാൻ ഒന്ന് എടുത്തോട്ടെ ഗൈസ്. ഞാൻ കുറച്ച് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഞാൻ എഴുതിയ പാട്ടൊക്കെ ഞാൻ കാണിച്ചു തന്നെ. ഞാൻ പിന്നീട് ഒരു ദിവസം പാടാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പാടാം. മഴനിലാവിൻ്റെ ചിറകുകളിൽ കുളിരായി വരുമോ, മഴനിലാവിൻ്റെ അരുവികളിൽ ശ്രുതിയായി പാടാൻ ചേരുമോ, മഴനിലാവിൻ്റെ തണലുകളിൽ പാടാൻ വരുമോ, മഴനിലാവിൻ്റെ ചിറകുകളിൽ കുളിരായി വരുമോ, മഴനിലാവിൻ്റെ അരുവികളിൽ ശ്രുതിയായി പാടാൻ ചേരുമോ, മഴനിലാവിൻ്റെ തണലുകളിൽ പാടാൻ വരുമോ, സ്നേഹത്തിൻ മഴവില്ലിൻ്റെ അരുവികളായി വിടരുമോ, ഓഹോ മഴേ, ഓഹോ മഴേ, ഓഹോ നിലാവേ. അപ്പോൾ എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടമായോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ഇത് ഫുള്ളും പാടിയിട്ടില്ല, ഒരു 2 വരിയാണ് ഞാൻ പാടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഫുള്ളും പാടുന്നതായിരിക്കും. പക്ഷേ ഇതിൽ കരോളൊന്നും ട്യൂണൊന്നും ഇട്ട് പാടാനൊന്നും പറ്റാത്തതുകൊണ്ടാണ്. എൻ്റെ പാട്ടിന് ചെറിയ മിസ്റ്റേക്ക് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും സ്വാഗതം. അപ്പം ബൈ ബൈ.